ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേരെന്താ? ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്താ? ഞാൻ ജനൽ തുറന്ന് ശുദ്ധമായ വായു അനുഭവിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്, ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. ഞാൻ എന്ന് വെച്ചാൽ ഐ, ജനൽ എന്ന് പറഞ്ഞാൽ എന്താ? വിൻഡോ, തുറക്കുക ഓപ്പൺ, ശുദ്ധമായ ഫ്രഷ്, വായു എന്ന് വെച്ചാൽ എയർ, അനുഭവിക്കുകയാണ്. അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഫീൽ. അപ്പോൾ നമുക്കിതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ഐ ഓപ്പൺ ദ വിൻഡോ. ഞാൻ ജനൽ തുറന്ന് ഐ ഓപ്പൺ ദ വിൻഡോ ആൻഡ് ഫീൽ ദ ഫ്രഷ് എയർ. എയർ ഇവിടെ എഴുതാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഐ ഓപ്പൺ ദ വിൻഡോ ആൻഡ് ഫീൽ ദ ഫ്രഷ് എയർ. ഞാൻ ജനൽ തുറന്ന് ശുദ്ധമായ വായു അനുഭവിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് നോക്കാം. അപ്പോൾ സെക്കൻഡ് പോയിൻ്റ്, ഞാൻ രാവിലെ എൻ്റെ മുറി വൃത്തിയാക്കി. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ ഐ, രാവിലെ, മോർണിംഗ്, എൻ്റെ മുറി, മൈ റൂം, വൃത്തിയാക്കുക ക്ലീൻ. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. ഞാൻ രാവിലെ എൻ്റെ മുറി വൃത്തിയാക്കി, അപ്പോൾ കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ, വൃത്തിയാക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് ക്ലീൻ എന്നാണ്. ഐ ഇവിടെ പാസ്റ്റ് ടെൻസ് ആകണം, വൃത്തി ആക്കി. അപ്പം നമ്മളിവിടെ ക്ലീൻ്റെ കൂടെ ഇ എഴുതും. ഐ ക്ലീൻഡ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആവും. ഐ ക്ലീൻഡ് മൈ റൂം. എപ്പോഴാ? ഇൻ ദ മോർണിംഗ്. അപ്പം എന്താ? ഐ ക്ലീൻഡ് മൈ റൂം ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ എൻ്റെ മുറി വൃത്തിയാക്കി. ഐ ക്ലീൻഡ് മൈ റൂം ഇൻ ദ മോർണിംഗ്. അപ്പോൾ നമുക്ക് തേർഡ് പോയിൻ്റ് നോക്കാം. അപ്പോൾ നേരത്തെ ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ പഠിച്ചത് പ്രസൻറ്റ് ടെൻസ് ആയിരുന്നു. സെക്കൻഡ് പോയിൻ്റ് നമ്മൾ പഠിച്ചത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇത് മിക്സഡ് അപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഓരോ പോയിൻ്റ് വൈസ് പഠിക്കുമ്പോൾ. അപ്പോൾ തേർഡ് പോയിൻ്റ് എന്താ? ഞാൻ എൻ്റെ പുസ്തകങ്ങൾ മേശയിൽ ക്രമീകരിക്കും. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇത് പിന്നുള്ള കാര്യം പറയുകയാണ്. ഞാൻ എൻ്റെ പുസ്തകങ്ങൾ മേശയിൽ ക്രമീകരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ ഐ, എൻ്റെ, മൈ, പുസ്തകം എന്ന് വെച്ചാൽ ടെക്സ്റ്റ്, മേശ എന്ന് പറഞ്ഞാൽ എന്താ? ടേബിൾ, ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. ഐ വിൽ. ഇവിടെ എന്താ വില്ല് വന്നത്? ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് ഇവിടെ വില്ല് വന്നത്. ഐ വിൽ അറേഞ്ച് മൈ ബുക്സ്. എവിടെ അറേഞ്ച് ചെയ്യുന്നത്? ഓൺ ദ ടേബിൾ. അപ്പം എന്താ? ഐ വിൽ അറേഞ്ച് മൈ ബുക്സ് ഓൺ ദ ടേബിൾ. ഞാൻ എൻ്റെ പുസ്തകങ്ങൾ മേശയിൽ ക്രമീകരിക്കും. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് പ്രസൻറ്റ് ടെൻസ് ആയിരുന്നല്ലോ പഠിച്ചത്. സെക്കൻഡ് പോയിൻ്റ് പാസ്റ്റ് ടെൻസ് ആണ് പഠിച്ചത്. തേർഡ് പോയിൻ്റ് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ മിക്സ്ഡ് അപ്പ് ആയിട്ടാണ് വരുന്നത്. ചിലപ്പോൾ സെയിം പോയിൻറ്റ്സ് വരും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ്. എന്നാൽ ശരി, നെക്സ്റ്റ് പോയിൻ്റ് നോക്കാം. അപ്പോൾ ഫോർത്ത് പോയിൻ്റ് എന്താ? ഞാൻ ജോലി ചെയ്യുമ്പോൾ സംഗീതം കേൾക്കുന്നു. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്, എന്നും ചെയ്യണ ഒരു കാര്യമാണ്. അപ്പം എന്താ? നമ്മൾ ഇത് എങ്ങനെ എഴുതാൻ നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ ഐ, ജോലി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക്, ചെയ്യുമ്പോൾ, സംഗീതം കേൾക്കുന്നു. അപ്പോൾ വൈൽ വർക്കിംഗ്, ജോലി ചെയ്യുന്ന സമയത്ത് സംഗീതം കേൾക്കുകയാണ്. സംഗീതം എന്ന് വെച്ചാൽ എന്താ? മ്യൂസിക്, കേൾക്കുക,
മ്യൂസിക് കേൾക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം, നമ്മൾ സംഗീതം കേൾക്കുന്നു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പം ലിസൺ ടു മ്യൂസിക് എന്നാണ് എപ്പോഴും നമ്മൾ സംഗീതം കേൾക്കുക, ലിസൺ ടു മ്യൂസിക്. ആ ഒരു വേർഡ് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, ലിസൺ ടു മ്യൂസിക്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ആ ലിസൺ ടു മ്യൂസിക് എന്നുള്ളത് അത് മാറില്ല, അത് അപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, ഏത് ടെൻസ് ആയാലും. അതിൻ്റെ പിന്നുള്ള വേർഡോ അങ്ങോട്ട് മുമ്പിലത്തെ വേർഡായിരിക്കും ചേഞ്ച് ആവണത്. അപ്പം ഫോർത്ത് പോയിൻ്റ് എന്താ, ഞാൻ ജോലി ചെയ്യുമ്പോൾ സംഗീതം കേൾക്കുന്നു. അപ്പം ഇതെങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. ഐ ലിസൺ ടു മ്യൂസിക്. എപ്പോഴാ? ജോലി ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ വൈൽ വർക്കിംഗ്. ഐ ലിസൺ ടു മ്യൂസിക് വൈൽ വർക്കിംഗ്. ഇത് സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതാണ് ഇതൊരു പ്രസൻറ്റ് ടെൻസും കൂടെ ആണ്. അപ്പം ഞാൻ ജോലി ചെയ്യുമ്പോൾ സംഗീതം കേൾക്കുന്നു. അപ്പം ഐ ലിസൺ ടു മ്യൂസിക് വൈൽ വർക്കിംഗ്. ഇതാണ് ഫോർത്ത് പോയിൻ്റ്. അപ്പം നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പ്രസൻറ്റ് ടെൻസ് പഠിച്ചായിരുന്നു. ഇപ്പോൾ പിന്നെ ഫോർത്ത് പോയിന്റിലാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ചത്. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫിഫ്ത്ത് പോയിന്റ് എന്താ, ഞാനൊരു പ്രധാനപ്പെട്ട ജോലി പൂർത്തിയാക്കി. ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ ഐ, ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രധാനപ്പെട്ട ആൻഡ് ഇമ്പോർട്ടൻറ്റ് ജോലി എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് അല്ലെങ്കിൽ ടാസ്ക്. പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫിനിഷ് ചെയ്തു. അപ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. ഐ ഫിനിഷ്. പൂർത്തിയാക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ, ഫിനിഷ് അല്ലെങ്കിൽ കംപ്ലീറ്റ്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഞാനിവിടെ ഫിനിഷിൻ്റെ കൂടെ ഇ ചേർക്കുന്നു. ഐ ഫിനിഷ്ഡ് എന്ന ഒരു പ്രധാനപ്പെട്ട. അപ്പോൾ എന്താ, ആൻഡ് ഐ ഫിനിഷ്ഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ എന്താ, പ്രധാനപ്പെട്ട. അപ്പോൾ ഇവിടെ എന്താ ആൻഡ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഇമ്പോർട്ടൻറ്റ്. കാര്യം ഇത് വവൽസ് അറിയാമല്ലോ, AEIOU എന്ന് പറയുന്ന വവൽസ് ആണ്. ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റിൽ ഇവിടെ എഴുതാം, AEIOU. അപ്പോൾ ഇത്രയും വേർഡ്സ് AEIOU, ഈ വവൽസ് ഇങ്ങനത്തെ സ്റ്റാർട്ടിങ്. ഇപ്പോൾ എ വെച്ചിട്ടാണ് ഓരോ സെൻറ്റൻസ് വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആൻ യൂസ് ചെയ്യാം. ഈ വെച്ചിട്ട് എലിഫൻ്റ് ആണെങ്കിൽ ആൻ യൂസ് ചെയ്യാം. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ആണ് വന്നത്, അപ്പോൾ ആൻ യൂസ് ചെയ്തു. ഇപ്പോൾ ഓ വെച്ചിട്ടൊരു വേർഡാണെങ്കിൽ ഓ വെച്ചിട്ട് എന്താ, ഓ വെച്ചിട്ടാണ് ഒരു വേർഡ് ആണെങ്കിൽ നമുക്കിവിടെ ആൻ യൂസ് ചെയ്യാം. ഈ വെച്ചിട്ട് ഇത് യു ആണ്, AEIOU. അംബ്രല്ല ആണെങ്കിൽ നമുക്കിവിടെ ആൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വവൽസ് ആണ്. അപ്പോൾ AEIOU വരുന്ന വേർഡ്സിന് മുമ്പിൽ നമുക്ക് ആൻ യൂസ് ചെയ്യാം. അപ്പോൾ അല്ലാത്ത വേർഡ്സിന് നമുക്ക് AU യൂസ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഒരു എ ഗ്രൂപ്പ് എന്നായിരുന്നെങ്കിൽ നമുക്കിവിടെ ആൻ ഗ്രൂപ്പ് എന്ന് എഴുതാൻ പറ്റത്തില്ല. കാര്യം ഇത് G വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. വവൽസ് എന്ന് പറയുമ്പോൾ നമ്മളിതിങ്ങനെ പഠിച്ചു വെച്ചേക്കും. AEIOU ഈ ഒരു വവൽസ് വരുന്നിടത്താണ് നമ്മൾ ആൻ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ G ഒക്കെ വരുന്നിടത്ത് നമ്മൾ എ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്, അപ്പോൾ ഇവിടെ A ആയിരിക്കും. അങ്ങനെ വേറെ ഈ വേർഡ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും വേർഡ്സ് വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിന് ഓർത്ത് വെച്ചേക്കുക, അവിടെ A നമുക്ക് യൂസ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഇത് ഞാൻ റബ്ബ് ചെയ്ത് കളയാണേ. നമ്മൾ എന്താ പഠിച്ചത്? ഐ ഫിനിഷ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ്, ജോലി പൂർത്തിയാക്കി. അപ്പോൾ ജോലിക്ക് നമുക്ക് വർക്ക് എന്നും പറയാം, ടാസ്ക് എന്നും പറയാം. അപ്പോൾ ഇവിടെ ഞാൻ ടാസ്ക് എന്നാണ് എഴുതാൻ പോകുന്നത്. ഐ ഫിനിഷ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ഞാൻ ഒരു പ്രധാനപ്പെട്ട ജോലി പൂർത്തിയാക്കി. ഐ ഫിനിഷ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. അപ്പോൾ നമുക്ക് സിക്സ്ത് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ സിക്സ്ത് പോയിൻ്റ് എന്താ, ഞാൻ പുതിയ വാക്കുകൾ പഠിക്കും. ഇത് പഠിക്കും, അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. പിന്നീടുള്ള കാര്യം പറയുകയാണ്, ഞാൻ പുതിയ വാക്കുകൾ പഠിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് പറയാം? ഞാൻ എന്ന് വെച്ചാൽ എന്താ, ഐ. പുതിയത് ന്യൂ.
വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? വേർഡ്സ്. പഠിക്കുക ലേൺ. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് എഴുതാമെന്ന് നോക്കാം. ഫ്യൂച്ചർ ടെൻസ് ആണ് ഈ സെൻറ്റൻസ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്? ഐ വിൽ എന്താ വന്നത്? ഇത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് ഇത് വില്ല് വന്നത്. ഐ വിൽ ലേൺ പഠിക്കുക, അല്ലെങ്കിൽ സ്റ്റഡി എന്ന് നമുക്ക് പറയാം. പഠിക്കുക. ഐ വിൽ ലേൺ പുതിയത് നമ്മൾ എന്താ പറയണേ? ന്യൂ. ഐ വിൽ ലേൺ ന്യൂ വാക്കുകൾ, വേർഡ്സ്. ഐ വിൽ ലേൺ ന്യൂ വേർഡ്സ്. ഞാൻ പുതിയ വാക്കുകൾ പഠിക്കും. അപ്പോൾ നമുക്ക് 7th പോയിന്റ് പഠിക്കാം. അപ്പോൾ 7th പോയിന്റ് എന്താ? ഞാൻ വൈകുന്നേരം കുറച്ച് സമയം നടക്കുന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. കാര്യം എന്നും ചെയ്യണ ഒരു ഹാബിറ്റാണ്, അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത് ആണ്. ജനറൽ ട്രൂത്ത് എന്ന് പറയുമ്പം അയാളൊരു സത്യം പറയാണ്. എന്നും ചെയ്യുന്ന ഒരു കാര്യം റെഗുലർ ഹാബിറ്റ്സ് പറഞ്ഞ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്കിതിനെ എഴുതാൻ നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. വൈകുന്നേരം ഈവനിങ്. കുറച്ച് സമയം സം ടൈം. നടക്കുക എന്ന് വെച്ചാൽ എന്താ? വാക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണല്ലോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ എഴുതാം. ഐ വാക്ക് ഫോർ സം ടൈം. കുറച്ച് സമയമാണ് നടക്കുന്നത്. ഐ വാക്ക് ഫോർ സം ടൈം എപ്പോഴാ? ഇൻ ദ ഈവനിങ്. അപ്പം ഞാൻ വൈകുന്നേരം കുറച്ച് സമയം നടക്കുന്നു. ഐ വാക്ക് ഫോർ സം ടൈം ഇൻ ദ ഈവനിങ്. അപ്പോൾ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമുക്ക് ഡെയിലി ഒരാൾ എന്നും ചെയ്യുന്ന ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത്, ഒരു സത്യമായ കാര്യം പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം കുറച്ച് സമയം നടക്കുന്നു, ഇതൊരു ഇയാൾ എന്നും ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഐ വാക്ക് ഫോർ സം ടൈം ഇൻ ദ ഈവനിങ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 8th പോയിന്റ് എന്താണെന്ന് നോക്കാം. ഞാൻ എൻ്റെ അയൽക്കാരനോട് കുറച്ച് സമയം സംസാരിച്ചു. അപ്പോൾ ഇതും ഒരു പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഞാൻ, ഐ, എൻ്റെ, മൈ. അയൽക്കാരൻ എന്ന് വെച്ചാൽ എന്താ? നെയ്ബർ. കുറച്ച് സമയം എന്ന് വെച്ചാൽ എന്താ? സം ടൈം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം ഫോർ എ വൈൽ. കുറച്ച് സമയം, അല്ലെങ്കിൽ സം ടൈം യൂസ് ചെയ്യാം. സംസാരിക്കുക എന്ന് വെച്ചാൽ എന്താ? ടോക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ടോക്ക്. അപ്പോൾ ഇവിടെ ഞാൻ ഈഡിയും കൂടെ എഴുതും. കാര്യം എന്താ? ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട്. ഐ ടോക്ക്, സംസാരിച്ചു. അപ്പോൾ ടോക്കിൻ്റെ കൂടെ നമ്മൾ ഈഡിയും കൂടെ ചേർക്കണം. ഐ ടോക്ക്. ആരോടാ സംസാരിച്ചത്? ഐ ടോക്ക് വിത്ത് മൈ നെയ്ബറിനോടാണ് സംസാരിച്ചത്. കുറച്ച് സമയമാണ് സംസാരിച്ചത്. അപ്പോൾ നമുക്കിവിടെ സം ടൈം, കുറച്ച് സമയം അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഫോർ എ വൈൽ ഇങ്ങനെ എഴുതാം. നമുക്ക് WHILE. എനിക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നു നിങ്ങളെ. അപ്പം ഇങ്ങനെയാ, ഐ ടോക്ക് വിത്ത് മൈ നെയ്ബർ ഫോർ എ വൈൽ. ഞാൻ എൻ്റെ അയൽക്കാരനോട് കുറച്ച് സമയം സംസാരിച്ചു. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അതാണ് ഇവിടെ ടോക്ഡ് വന്നത്. TALK യുടെ കൂടെ ഞാൻ ED യൂസ് ചെയ്തു. ഇവിടെ അണ്ടർലൈൻ വരയ്ക്കാം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഐ ടോക്ക് വിത്ത് മൈ നെയ്ബർ ഫോർ എ വൈൽ. അപ്പോൾ ഇതാണ് 8th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നമുക്ക് 9th പോയിന്റ് നോക്കാം. 9th പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ അടുത്തുള്ള ഒരു പാർക്ക് സന്ദർശിക്കും. ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്, പിന്നീടുള്ള ഒരു കാര്യം പറയുക. അപ്പം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ, ഐ, അടുത്തുള്ള, നിയർ ബൈ. ഒരു പാർക്ക്, എ പാർക്ക്. സന്ദർശിക്കുക, വിസിറ്റ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. I will visit a
നിയർ ബൈ. ഇവിടെ എന്താ വിസിറ്റ് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക. ഇവിടെ എന്താ വില്ല് വന്നത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് ഇവിടെ വില്ല് വന്നത്. ഐ വിൽ വിസിറ്റ് എ നിയർ ബൈ പാർക്ക്. ഞാൻ അടുത്തുള്ള ഒരു പാർക്ക് സന്ദർശിക്കും. ഐ വിൽ വിസിറ്റ് എ നിയർ ബൈ പാർക്ക്. അപ്പം ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് വില്ല് വന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 10th പോയിന്റ് എന്താ? ഞാൻ എൻ്റെ കുട്ടികളെ പഠനത്തിൽ സഹായിക്കുന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇതൊരു ഡെയിലി ചെയ്യുന്ന കാര്യമാണ്, ഒരു ജനറൽ ട്രൂത്താണ്, സത്യമായ ഒരു കാര്യമാണ്, റെഗുലർ ഹാബിറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം എങ്ങനെ നമുക്കിത് എഴുതാൻ നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. എൻ്റെ കുട്ടികളെന്ന് എൻ്റെ കുട്ടികൾ, മൈ ചിൽഡ്രൻ. പഠനം എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി. സഹായിക്കുക എന്ന് വെച്ചാൽ ഹെൽപ്പ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ ഹെൽപ്പ് എന്ന് വെച്ചാൽ സഹായിക്കുക. ആരെ സഹായിക്കുന്നത്? ഐ ഹെൽപ്പ് മൈ ചിൽഡ്രൻ. ഐ ഹെൽപ്പ് മൈ ചിൽഡ്രൻ വിത്ത്. എന്തിനാ സഹായിക്കുന്നത്? വിത്ത് അവരുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. വിത്ത് ദെയർ. ഞാൻ എൻ്റെ കുട്ടികളെ പഠനത്തിൽ സഹായിക്കുന്നു. ഐ ഹെൽപ്പ് മൈ ചിൽഡ്രൻ വിത്ത് ദെയർ സ്റ്റഡീസ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക. ഇത് ഞാൻ എൻ്റെ കുട്ടികളെ പഠനത്തിൽ സഹായിക്കുന്നു. ഐ ഹെൽപ്പ് മൈ ചിൽഡ്രൻ വിത്ത് ദെയർ സ്റ്റഡീസ്. ഇതാണ് 10th പോയിന്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 11th പോയിന്റ് എന്താ? ഞാൻ അടുക്കളയിൽ രാത്രി ഭക്ഷണം തയ്യാറാക്കി. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇത് കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? ഞാൻ എന്ന് വെച്ചാൽ ഐ, അടുക്കള, കിച്ചൺ. രാത്രി ഭക്ഷണം എന്ന് പറയുന്ന മലയാളത്തിൽ നമുക്ക് പല രീതിക്ക് പല നാട്ടുകളിൽ പറയാറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ രാത്രി ഭക്ഷണത്തിന് നമ്മൾ പറയുന്നത്? ഡിന്നർ. ഉച്ചഭക്ഷണമാണെങ്കിൽ നമുക്ക് ലഞ്ച് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഇവിടെ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രിപ്പയർഡ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഭക്ഷണം വെച്ചു. ഇത് തയ്യാറാക്കി എന്നാണ് പറയാം. അപ്പോൾ പ്രിപ്പയർ. അപ്പം അല്ലെങ്കിൽ കുക്ക് എന്ന് പറയാം. കുക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കുക്ക് ചെയ്തു, ഭക്ഷണം വെച്ചു. ഇത് തയ്യാറാക്കി എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എഴുതാമെന്ന് നോക്കാം. ഐ പ്രിപ്പയർ. അപ്പോൾ ഇവിടെ ഞാൻ പ്രിപ്പയറിൻ്റെ കൂടെ പ്രിപ്പയർ ആണല്ലോ, അപ്പം ഞാനിവിടെ ഒരു ഡിയും കൂടെ ചേർക്കുന്നുണ്ട്. ഡി അല്ല, ഡി. ഓൾറെഡി പ്രിപ്പയറിന് ഉണ്ട്, അപ്പോൾ ഒരു ഡിയും കൂടെ ചേർക്കുന്നുണ്ട്. പ്രിപ്പയർഡ്. ഐ പ്രിപ്പയർഡ്. ഇപ്പോൾ ഇവിടെ ഞാൻ അടുക്കളയിൽ രാത്രി ഭക്ഷണം വെച്ചു എന്നാണെങ്കിൽ ഞാനിവിടെ കുക്ക് എന്ന് എഴുതുമായിരുന്നു. കുക്കിൻ്റെ കൂടെ ഒരു കുക്ക്ഡ്. ഇത് ഞാൻ അടുക്കളയിൽ രാത്രി ഭക്ഷണം തയ്യാറാക്കി എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാനിവിടെ പ്രിപ്പയർഡ് യൂസ് ചെയ്തത്. ഐ പ്രിപ്പയർഡ്. ഇവിടെ എന്താ ഡി വന്നത്? പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഐ പ്രിപ്പയർഡ് വന്നത്. ഐ പ്രിപ്പയർഡ് ഡിന്നർ. ഡിന്നർ എന്ന് വെച്ചാൽ രാത്രി ഭക്ഷണം. എവിടെയാ? അടുക്കളയിൽ. ഇൻ ദ കിച്ചൺ. ഐ പ്രിപ്പയർഡ് ഡിന്നർ ഇൻ ദ കിച്ചൺ. എനിക്ക് ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നുന്നു. മങ്ങുന്ന പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പം ഐ പ്രിപ്പയർഡ് ഡിന്നർ ഇൻ ദ കിച്ചൺ. ഞാൻ അടുക്കളയിൽ രാത്രി ഭക്ഷണം തയ്യാറാക്കി. അപ്പം 11th പോയിന്റ് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 12th പോയിന്റ് എന്താ? ഞാൻ എൻ്റെ കുടുംബത്തിനായി പ്രത്യേക ഭക്ഷണം പാചകം ചെയ്യും. ഇതും ഒരു ഫ്യൂച്ചർ ടെൻസ് ആണ്, പിന്നീടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ കുടുംബത്തിനായി. മൈ ഫാമിലി. കുടുംബം എന്ന് വെച്ചാൽ ഫാമിലി. എൻ്റെ എന്ന് പറഞ്ഞാൽ മൈ ഫാമിലി. പ്രത്യേക ഭക്ഷണം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫുഡ്. സ്പെഷ്യൽ ഭക്ഷണം, ഫുഡ്. പാചകം ചെയ്യും. പാചകം എന്ന് പറഞ്ഞാൽ എന്താ? കുക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം 12th പോയിന്റ്? ഐ വിൽ എന്താ വന്നത്? ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് ഇവിടെ വില്ല് വന്നത്. ഐ വിൽ കുക്ക്. എന്താ കുക്ക് ചെയ്യണേ? ഐ വിൽ കുക്ക് സ്പെഷ്യൽ ഫുഡ്.
സ്പെഷ്യൽ ഫുഡ്. ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം. ഐ വിൽ കുക്ക് സ്പെഷ്യൽ ഫുഡ്. ആർക്ക് വേണ്ടിയിട്ടാ? ഫോർ മൈ ഫാമിലി. ഫോർ മൈ ഫാമിലി. അപ്പം നമുക്കിത് എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായല്ലോ. ഐ വിൽ കുക്ക് സ്പെഷ്യൽ ഫുഡ് ഫോർ മൈ ഫാമിലി. ഞാൻ എൻ്റെ കുടുംബത്തിനായി പ്രത്യേക ഭക്ഷണം പാചകം ചെയ്യും. അപ്പോൾ ഇതാണ് 12th പോയിന്റ്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 13th പോയിന്റ് എന്താ? ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ സംസാരിക്കുന്നു. അപ്പോൾ ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇത് ഇയാൾ ചെയ്യുന്ന ഒരു റെഗുലർ ഹാബിറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത്, സത്യസന്ധമായ കാര്യം, ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണിത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? ഞാൻ, ഐ, എൻ്റെ, മൈ, കുടുംബം, ഫാമിലി, മൈ ഫാമിലി, ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം, മൈ ഫാമിലി. സന്തോഷം എന്ന് വെച്ചാൽ എന്താ? ഹാപ്പി. സംസാരിക്കുക എന്ന് വെച്ചാൽ എന്താ? ടോക്ക്. അപ്പോൾ എങ്ങനെ നമുക്കിത് എഴുതാമെന്ന് നോക്കാം. I sit with my family. I sit ആരോടൊപ്പം? with my family. I sit with my family and talk happily. സന്തോഷത്തോടെ. ടോക്ക് എന്ന് വെച്ചാൽ എന്താ? സംസാരിക്കുക. സന്തോഷത്തോടെ. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം. സന്തോഷത്തോടെ സംസാരിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്നു. ഐ സിറ്റ് വിത്ത് മൈ ഫാമിലി. സന്തോഷത്തോടെ സംസാരിക്കുന്നു. ആൻഡ് ടോക്ക് ഹാപ്പിലി. അപ്പോൾ ഇതാണ് 13th പോയിന്റ്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഞാൻ ടി വിയിൽ വാർത്തകൾ കണ്ടു. ഇതും ഒരു പാസ്റ്റ് ടെൻസ് ആണ്. കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ഞാൻ എന്ന് വെച്ചാൽ ഐ. വാർത്തകൾ ന്യൂസ്. കണ്ടു എന്ന് വെച്ചാൽ എന്താ? വാച്ച്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ വാച്ച് എന്ന് വെച്ചാൽ കണ്ടു. അപ്പോൾ ഇത് വാച്ച് എന്ന് വെച്ചാൽ കാണുക. ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റ് ടെൻസ് ആണ്. കണ്ടു കഴിഞ്ഞ കാര്യമാണ് കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാച്ച് എന്ന് പറഞ്ഞാൽ കാണുക. അപ്പോൾ നമ്മളിവിടെ വാച്ചിൻ്റെ കൂടെ ഇഡിയും കൂടെ ചേർക്കും, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട്. ഐ വാച്ച്ഡ് എന്താ കണ്ടത്? ന്യൂസ്. ഐ വാച്ച് ദ ന്യൂസ്. എവിടെയാ? ഓൺ ടി വി. ഐ വാച്ച് ദ ന്യൂസ് ഓൺ ടി വി. ഞാൻ ടി വിയിൽ വാർത്തകൾ കണ്ടു. ഐ വാച്ച് ദ ന്യൂസ് ഓൺ ടി വി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 15th പോയിന്റ് എന്താ? ഞാൻ എൻ്റെ സുഹൃത്തിന് ഒരു സന്ദേശം എഴുതും. ഇതും ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ ഐ, എൻ്റെ, മൈ, സുഹൃത്ത്, ഫ്രണ്ട്സ്, ഒരു സന്ദേശം, എ മെസ്സേജ്. സന്ദേശം എന്ന് വെച്ചാൽ മെസ്സേജ്. എഴുതെന്ന് പറഞ്ഞാൽ എന്താ? എഴുതുക, റൈറ്റ്. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ വിൽ. ഇവിടെ എന്താ വില്ല് വന്നത്? ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് വില്ല് വന്നത്. ഐ വിൽ റൈറ്റ് എ, ഇവിടെ എഴുതാം, ഐ വിൽ റൈറ്റ് എ മെസ്സേജ്. ആർക്കാണ് എഴുതുന്നത്? ഇത് മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെന്ന് തോന്നുന്നു. ഇവിടെ എഴുതും, ഐ വിൽ റൈറ്റ് എ മെസ്സേജ് ടു. ആർക്കാണ്? ടു മൈ. ഐ വിൽ റൈറ്റ് എ മെസ്സേജ് ടു മൈ ഫ്രണ്ട്. അപ്പോൾ എന്താ നമുക്ക്? ഇപ്പം നമ്മളിവിടെ ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ് പഠിച്ചത്. ഞാൻ എൻ്റെ സുഹൃത്തിനൊരു സന്ദേശം എഴുതും. ഐ വിൽ റൈറ്റ് എ മെസ്സേജ് ടു മൈ ഫ്രണ്ട്. ഇവിടെ എന്താ വില്ല് വന്നത്? ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് ഇവിടെ വില്ല് വന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇപ്പോൾ 16th പോയിന്റ് എന്താ? ഞാൻ ഒരു പുസ്തകത്തിലെ കുറച്ച് പേജുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഇപ്പം ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇപ്പോൾ അയാളൊരു കുറച്ച് പേജുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ ഐ, ഒരു പുസ്തകം, എ ബുക്ക്, കുറച്ച് പേജുകൾ നമ്മൾ എങ്ങനെയാണ് പറയണത്? കുറച്ചെന്ന് പറഞ്ഞാൽ എ ഫ്യൂ.
കുറച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എ ഫ്യൂ എന്ന് പറയാം. പേജുകൾ, എ ഫ്യൂ പേജസ്. വായിച്ചുകൊണ്ടിരിക്കുന്നു. വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? റീഡ്. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ ആം റീഡിങ്. ഇവിടെ എന്താ? ING വന്നു ഇവിടെ. കാര്യം ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പം ING ഫോം വന്നു. ആം പ്ലസ് ING കണ്ടോ? ആം പ്ലസ് ING. ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ ആം പ്ലസ് ING ഫോം വന്നത്. അപ്പോൾ ഐ ആം റീഡിങ്. എന്താ വായിക്കണേ? കുറച്ച് പേജുകളാണ് വായിക്കണേ. അപ്പോൾ എ ഫ്യൂ. ഐ ആം റീഡിങ് എ ഫ്യൂ. കാണുന്നില്ല തോന്നി, ഇങ്ങോട്ട് വെക്കാം. I am reading a few pages. I am reading a few pages of a book. ബുക്കിലെ, ഓഫ് എ ബുക്ക്, ഒരു ബുക്കിലെ. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഒരു പുസ്തകത്തിലെ. അപ്പോൾ എങ്ങനെയാണ്? ഞാൻ ഒരു പുസ്തകത്തിലെ കുറച്ച് പേജുകൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ആയതുകൊണ്ടാണ് ഇവിടെ ആം പ്ലസ് ING ഫോം വന്നത്. അപ്പോൾ ഐ ആം റീഡിങ് എ ഫ്യൂ പേജസ് ഓഫ് എ ബുക്ക്. ഐ ആം റീഡിങ് എ ഫ്യൂ പേജസ് ഓഫ് എ ബുക്ക്. അപ്പോൾ ഇതാണ് 16th പോയിൻറ്റ്. നമുക്ക് നെക്സ്റ്റ് പോയിൻറ്റ് നോക്കാം. അപ്പോൾ 17th പോയിൻ്റ് എന്താ? ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പഠിച്ചു, പിന്നീടുള്ള കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ചു. ഇപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ ജോലി, മൈ വർക്ക്. പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെനി തിങ്സ്. പലത്, മെനി. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? തിങ്സ്. പഠിച്ചു, പഠിക്കുക എന്ന് പറഞ്ഞാൽ ലേൺ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പഠിക്കുക, ലേൺ. അപ്പോൾ ഇവിടെ എന്താ? പഠിച്ചു, കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് ഞാനിവിടെ ED ചേർക്കുന്നു. ഐ ലേൺ. എന്താണ് പഠിച്ചത്? പല മെനി. ഐ ലേൺ മെനി. കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ? തിങ്സ്. ഐ ലേൺ മെനി തിങ്സ്. എവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്? എൻ്റെ ജോലിയിൽ നിന്ന്. അപ്പോൾ നമ്മൾക്കിവിടെ ഫ്രം യൂസ് ചെയ്യാം. ഫ്രം മൈ വർക്ക്. ഫ്രം മൈ വർക്ക്. ഇവിടെ ഫ്രം നമ്മൾ യൂസ് ചെയ്തത് എൻ്റെ ജോലിയിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഐ ലേൺ മെനി തിങ്സ് ഫ്രം മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ലേണിൻ്റെ കൂടെ ED ചേർത്തത്. ഐ ലേൺ മെനി തിങ്സ് ഫ്രം മൈ വർക്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ 18th പോയിൻ്റ് എന്താ? ഞാൻ എൻ്റെ ഇംഗ്ലീഷ് സംസാര ശേഷി മെച്ചപ്പെടുത്തും. ഇതും ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. പിന്നീട് ഉള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഇംഗ്ലീഷ്, മൈ ഇംഗ്ലീഷ് സംസാരശേഷി മെച്ചപ്പെടുത്തും. അപ്പം നമുക്കിങ്ങനെ എഴുതാം. മെച്ചപ്പെടുത്തുക, ഇംപ്രൂവ്. അപ്പം ഞാൻ എൻ്റെ ഇംഗ്ലീഷ് സംസാരശേഷി മെച്ചപ്പെടുത്തും. അപ്പോൾ ഇവിടെ മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് എന്നാണ്. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് ഇവിടെ വിൽ യൂസ് ചെയ്തു. ഐ വിൽ. മെച്ചപ്പെടുത്തുകയുടെ ഇംഗ്ലീഷ് എന്താ? ഐ വിൽ ഇംപ്രൂവ്. എന്താണ് മെച്ചപ്പെടുത്തുന്നത്? ഐ വിൽ ഇംപ്രൂവ് ഇംഗ്ലീഷ് സ്പീക്കിംഗ്. ഐ വിൽ ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. ഇവിടെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിനെയാണ് സംസാരശേഷി എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് ഇംഗ്ലീഷ് സ്പീക്കിംഗ്. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിനെയാണ് സംസാരശേഷി എന്ന് നമ്മൾ പറയണത്. ഇംഗ്ലീഷ് സംസാരശേഷിയാണ്, വെറും സംസാരശേഷിയല്ല. ഇംഗ്ലീഷ് സംസാരശേഷി. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് സംസാരശേഷി മെച്ചപ്പെടുത്തും. ഐ വിൽ ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ്. ഇത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് ഞാനിവിടെ വിൽ ചേർത്തത്. അപ്പം ഞാനെന്ന് വെച്ചാൽ ഐ വില്ല് യൂസ് ചെയ്തു. ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് ഇംപ്രൂവ് എന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക. മൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ്, എൻ്റെ ഇംഗ്ലീഷ് സംസാരശേഷി. അല്ലാതെ വെറും സംസാരശേഷി എന്നല്ല, ഇംഗ്ലീഷ് സംസാരശേഷിയാണ് ഞാനിവിടെ ഇംപ്രൂവ് ചെയ്യണത്. അതാണ് 18th പോയിൻറ്റ്. നമുക്ക് നെക്സ്റ്റ് പോയിൻറ്റ് നോക്കാം.
ഇപ്പോൾ 19th പോയിന്റ് എന്താ? ഞാൻ വാതിൽ അടച്ച് ഉറക്കത്തിനായി തയ്യാറാകുന്നു. അപ്പോൾ ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇതൊരു റെഗുലർ ഹാബിറ്റ്, എന്നും ചെയ്യുന്ന ഒരു ഹാബിറ്റിനെ പറയുക ഒരു കാര്യമാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ, വാതിൽ എന്ന് വെച്ചാൽ ഡോർ, അടയ്ക്കുക ക്ലോസ്, ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ? സ്ലീപ്പ്, തയ്യാറാകുക പ്രിപ്പയർ. അപ്പം ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ ക്ലോസ് എന്ന് വെച്ചാൽ എന്താ? അടയ്ക്കുക. ഐ ക്ലോസ് ദ എന്താണ്? ഡോർ, വാതിൽ. ഐ ക്ലോസ് ദ ഡോർ ആൻഡ് കാണാൻ കഴിയുന്നില്ലെന്നാണ് തോന്നുന്നു. ഐ ക്ലോസ് ദ ഡോർ ആൻഡ് ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്? പ്രിപ്പയർ ഫോർ സ്ലീപ്പ്, ഉറക്കത്തിനായി തയ്യാറെടുക്കുന്നു. ഞാൻ വാതിൽ അടച്ച് ഉറക്കത്തിനായി തയ്യാറെടുക്കുന്നു. ഐ ക്ലോസ് ദ ഡോർ ആൻഡ് പ്രിപ്പയർ ഫോർ സ്ലീപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ 19th പോയിന്റ്. ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റ് ആണ്, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. ഒരു നീണ്ട ദിവസത്തിന് ശേഷം സമാധാനമായി ഉറങ്ങി. ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു നീണ്ട ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ഡേ. നീണ്ട ദിവസം എന്ന് പറഞ്ഞാൽ ലോങ് ഡേ. അതിന് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത്. ശേഷം എന്ന് വെച്ചാൽ ആഫ്റ്റർ. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? പീസ്ഫുള്ളി, ഉറങ്ങി, സ്ലീപ്പ്. അപ്പോൾ എങ്ങനെ? ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഉറങ്ങി എന്ന് വെച്ചാൽ എന്താ? സ്ലീപ്പ്. അപ്പോൾ ഇവിടെ സ്ലീപ്പിൻ്റെ പാസ്റ്റ് ഫോം ആണ് നമ്മൾ എഴുതുന്നത്. സ്ലീപ്പിൻ്റെ പാസ്റ്റ് ഫോം എന്താ? സ്ലെപ്റ്റ്. ഐ സ്ലെപ്റ്റ്. അപ്പോൾ സ്ലീപ്പിൻ്റെ പാസ്റ്റ് ഫോം ഞാൻ എഴുതി. ഐ സ്ലെപ്റ്റ്. എങ്ങനെ ഉറങ്ങിയേ? പീസ്ഫുള്ളി. ഐ സ്ലെപ്റ്റ് പീസ്ഫുള്ളി ആഫ്റ്റർ. കാണുന്നില്ല എന്ന് തോന്നുന്നു, ഇങ്ങനെ വെക്കാം. ആഫ്റ്റർ എന്ന് വെച്ചാൽ ശേഷം. ഐ സ്ലെപ്റ്റ് പീസ്ഫുള്ളി ആഫ്റ്റർ എ ലോങ് ഡേ. ഒരു നീണ്ട ദിവസത്തിന് ശേഷം. ഐ സ്ലെപ്റ്റ് പീസ്ഫുള്ളി ആഫ്റ്റർ എ ലോങ് ഡേ. ഒരു നീണ്ട ദിവസത്തിന് ശേഷം സമാധാനമായി ഉറങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്റ്റോറിയുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഒരാൾ പറയണതാണ് നമ്മളിന്ന് പഠിച്ചത്. 20 പോയിൻറ്റ്സ് ആണ് പഠിച്ചത്. പോയിന്റ് വൈസ് പഠിക്കുമ്പം നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് പെട്ടെന്ന് കിട്ടും. ഓരോ പോയിൻറ്റ്സിൽ ചില സിമ്പിൾ പ്രസൻറ്റ് ആയിരിക്കും, ചിലത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് പഠിക്കുമ്പം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായി പിന്നെ കാണാം. ബൈ. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ ബൈ.